18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ല ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ശുഭാംശു ശുക്ലയുടെ ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് കടലിൽ ഇറങ്ങും. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:45ഓടെയാണ് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. 7 പരീക്ഷണങ്ങളാണ് ബഹിരാകാശത്ത് ശുഭാംശു ശുക്ല നടത്തിയത്. എല്ലാ പരീക്ഷണങ്ങളും വിജയകരമെന്ന് ISRO അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, എപ്പോഴാകും ഭൂമി തൊടുക ശുഭാംശുവും സംഘവും? ലഭ്യമാകുന്ന വിവരങ്ങളും സൂചനകളും അനുസരിച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി കാലിഫോർണിയ തീരത്ത് കടലിൽ ശുഭാംശുവിന്റെ ബഹിരാകാശ പേടകം ഇറങ്ങുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുതന്നെയാണ് നാസ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിരീകരിക്കുന്ന അവസാനത്തെ ഒരു ഇൻഫർമേഷനായി നമുക്ക് നൽകാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ 4:45 നിന്നും ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ബഹിരാകാശവാസത്തിന് ശേഷം നിരവധി പരീക്ഷണങ്ങൾ, അതായത് 7 പരീക്ഷണങ്ങൾ തന്നെയാണ് ശുഭാംശു മാത്രം ബഹിരാകാശത്ത് നടത്തിയത്. അതിൽ സുപ്രധാനമായ പല നിരീക്ഷണങ്ങളുമുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് വലിയ വികസന ലക്ഷ്യങ്ങളാണ് ബഹിരാകാശത്തുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതോടുകൂടി അവിടേക്ക് ഭാരതീയർക്ക് തുടർച്ചയായി യാത്ര ചെയ്യാനും ഗവേഷണങ്ങൾ നടത്താനും ഉള്ള സാധ്യതകൾ ഒരുങ്ങുകയും ചെയ്യും. അത്തരത്തിൽ സാധ്യതകൾ ഒരുങ്ങുന്നതിന്റെ ആ ഒരു പശ്ചാത്തലവും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് പ്രധാനമായും നടത്തിയത്. ബഹിരാകാശ ആഹാര കാര്യങ്ങളും മസിലുകളുടെ വളർച്ച സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും ഗവേഷണങ്ങൾ നടന്നു. അത് ഏറ്റവും സുപ്രധാനമായ ഗവേഷണങ്ങളാണ് ആ രംഗത്ത് നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ വിഷയം ബഹിരാകാശത്ത് വിത്തിനങ്ങൾ വളരുന്ന പരീക്ഷണമായിരുന്നു. അത്തരം പരീക്ഷണങ്ങളും നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 7 പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് ശുഭാംശു ശുക്ല നടത്തിയതും വിജയകരമായിരുന്നു. അതിന്റെ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരിക. ഇന്ന് അദ്ദേഹം തിരിച്ചെത്തുന്നതോടുകൂടി, ഇന്ന് തിരിച്ചെത്തി കാലിഫോർണിയൻ തീരത്തോടടുത്ത് ഈ പേടകം വന്നിറങ്ങിയതിനു ശേഷം നേരത്തെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതുപോലെ സുനിത വില്യംസ് ഒക്കെ തിരിച്ചു വരുന്നത് പോലെ തന്നെ അതേ മാതൃകയിൽ പേടകം കപ്പലിലേക്ക് കയറ്റി ഇവരെ ഓരോരുത്തരായി പുറത്തിറക്കിയതിനു ശേഷം 7 ദിവസത്തെ ക്വാറന്റൈൻ നിശ്ചയിക്കുകയും ചെയ്യും. ആ 7 ദിവസത്തെ ക്വാറന്റൈന് ശേഷമായിരിക്കും ഇവർക്ക് അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെയാണ് ശുഭാംശു നേടിയിരിക്കുന്നത്. തിരിച്ചെത്തുന്നു. 18 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കൊടുവിൽ മടക്കയാത്ര വൈകിട്ട് 3 മണി കഴിഞ്ഞ് കാലിഫോർണിയയിൽ തീരം തൊടും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.